നമുക്കറിയാം മാർച്ച് മാസം അവസാനമാകുമ്പം സർക്കാർ ജീവനക്കാര്, അത് പഞ്ചായത്താണേലും മുനിസിപ്പാലിറ്റി ആണേലും വില്ലേജ് ആണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ അവിടുത്തെ നികുതി കുടിശ്ശികയുള്ളവരെ ആ വിവരം രേഖാമൂലമോ ഫോണിലോ അറിയിക്കും. അങ്ങനെ ചില പഞ്ചായത്തുകളോ ചില വില്ലേജുകളൊക്കെ 100% ആ രംഗത്ത് വിജയം കൈവരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വാർത്തകൾ കാണാറുണ്ട്. അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ഒരു മിതത്വം, ഒരു മര്യാദ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. പത്തനംതിട്ട ജില്ലയിലെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന CPM-ന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ഏറ്റവും മാന്യമായി മാധ്യമങ്ങളിൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയും അസംബ്ലിയിലൊക്കെ ആണെങ്കിലും വളരെ മാന്യതയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതിനെ നോക്കിക്കാണുന്ന മറ്റൊരു തരത്തിൽ കൂടിയാണ്. നവീൻ ബാബു എന്ന് പറയുന്ന വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന RDO, അദ്ദേഹത്തിന് ഞങ്ങൾക്കൊരു ബന്ധം. അദ്ദേഹം പാലായിലും കുറച്ചു കാലം ജോലി ചെയ്തിരുന്നയാളാണ്. അന്നുമൊക്കെ വളരെ പേര് കേട്ട വളരെ മാന്യനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കണ്ണൂരെ ADM അദ്ദേഹത്തിന്റെ പേരില് കൈക്കൂലി വാങ്ങിയെന്നൊരു ആരോപണം അവിടുത്തെ പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽപ്പെട്ട ദിവ്യ ആരോപിക്കുകയും തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടതാണെന്നും കൊലപ്പെടുത്തിയതാണെന്നൊക്കെയുള്ള പരാമർശമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നഷ്ടപ്പെട്ടു. അടുത്ത ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും ഇതുപോലെ ഭീഷണിപ്പിക്കുക വിധേയമാകുന്നെങ്കിൽ അത് CPM അതേക്കുറിച്ച് വളരെയേറെ പഠിക്കണം. എനിക്ക് തോന്നുന്ന രാജീവ് അബ്രാഹത്തിന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കൊക്കെ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ആളുകളോട് ഇടപെടേണ്ടത്, ഉദ്യോഗസ്ഥന്മാരോട് ഇടപെടേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് ഒരു ദിവസത്തെ ഒരു ക്യാമ്പ് വരെ നടത്തുന്നത് നന്നായിരിക്കും. കാരണം പണ്ടൊക്കെ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്ന് പറയുന്നത് വളരെ മിതത്തോടുകൂടി ആളുകളോട് സംസാരിക്കുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ തുടർഭരണമൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെയാണ്. ഇപ്പം എന്റെ ഒരു സുഹൃത്ത് ബംഗാളിൽ ഉള്ള അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ബംഗാളിൽ പാർട്ടി നശിച്ചു പോയത് ഇങ്ങനെയായിരുന്നു. അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും LC-യെ കാണാനാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോകാനായിരുന്നില്ല. അങ്ങനെ കയ്യാളിയതിന്റെ ഒരു തിക്ത വലിപ്പം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളൊക്കെ ജില്ലാ സെക്രട്ടറി ഒക്കെ ഇവിടെ ബെറോട്ട അടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു നിലയിലോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതപ്പതിക്കാതിരിക്കാനായിട്ട് ഈ സംഭവങ്ങളൊക്കെ CPM നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റേത് പ്രാദേശിക പാർട്ടികളാണെങ്കിലും അവരൊക്കെ വളരെ എളിമയോടുകൂടി ആയിരിക്കണം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആളുകളോട് ഇടപെടാൻ എന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാധ്യമങ്ങൾ പൊതുസമൂഹത്തോട് പറയേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ഈ ശബ്ദരേഖ കേട്ടോ എന്നറിയില്ല. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത് വീട്ടിൽ കയറി വെട്ടുമെന്നുള്ള തരത്തിലാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ മറുപടി. അല്പം മുമ്പ് നമ്മൾ സംസാരിക്കുകയുണ്ടായി, അദ്ദേഹത്തിനോട് പ്രതികരണം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പ്രകോപനമായ രീതിയിൽ താങ്കളോട് സംസാരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് സംസാരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അല്ല, അപ്പൊ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ അല്പം കടുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് കൊന്നുകളോ? അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഒരാള് ചെയ്തെന്ന് പറയും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ സ്വയരക്ഷയ്ക്ക് നമുക്ക് ഒരാളെ വേണമെങ്കിൽ കീഴ്പ്പെടുത്താം, അതേത് തരത്തിലും കീഴ്പ്പെടും. പക്ഷെ ഇതിലെ പോകുന്ന കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളെ പോലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് നമ്മുടെ പേര് കേസെടുക്കുന്ന ഒരു നാടാണിത്. അപ്പൊ അങ്ങനെയുള്ള നിയമം അത്രയും കർശനമായി നോക്കുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആളുകൾ കുറച്ചുകൂടി മാന്യമായി തന്നെ പൊതുസമൂഹത്തോട് പെരുമാറണം. ഇപ്പം ഒന്നുകിൽ ഈ വില്ലേജ് ഓഫീസറുടെ ഫോണിലെ ചില ആളുകളുടെ ഫോൺ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ കിടക്കും. അല്ലെങ്കിൽ ഇദ്ദേഹം വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നവരെ പ്രകോപനപരമായി സംസാരിച്ചോ എന്നറിയാൻ വേണ്ടി അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്തതാ, പക്ഷേ ഭരണത്തിന്റെ സ്വാധീനമുള്ളവരൊക്കെ പണം അടയ്ക്കാൻ പറ്റിയല്ലാന്ന് വികാരപരമായി പെരുമാറിയെന്നോ അല്ലെ സംസാരിച്ചെന്നോ വരാൻ വേണ്ടിയിട്ട് ചിലപ്പം ബുദ്ധിപൂർവ്വം അദ്ദേഹം വേണമെങ്കിൽ ഇത് ടേപ്പ് ചെയ്തായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ടേപ്പ് ചെയ്ത ഒരു സംഭവം പുറത്തോട്ട് വന്നതുകൊണ്ടാണല്ലോ ഇത് മാധ്യമങ്ങളിൽ വരെ ചർച്ചയായത്. അപ്പം ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഇക്കാര്യത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുന്നത് തന്നെയാണ് പൊതുപ്രവർത്തകർക്ക് നല്ലത്. നാളുകളിൽ ഇവരൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ നിയമസഭയിലോട്ടൊക്കെ മത്സരിക്കേണ്ട ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എപ്പോഴും മാന്യമായി മിതത്തോടുകൂടി വേണം സംസാരിക്കാൻ എന്നുള്ളതാണ്. അല്ലാതെ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അധികാരം ആളുകളെ അടക്കി ഭരിക്കാൻ അല്ലെ ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാനാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് ആർക്കും സൂക്ഷ്മമല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.